ഒരു പാശ്ചാത്യ ശക്തിയെ പരാജയപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ ആ നാട്ടുരാജ്യത്തെ കണ്ടെത്താനായി നമ്മൾ ഇന്ത്യ മുഴുവനും ട്രാവൽ ചെയ്യുകയൊന്നും വേണ്ട. നമ്മൾ നേരെ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ മതി. കേരളത്തിലെ തിരുവിതാംകൂറിലേക്ക് എത്തിയാൽ മതി. അതെ, ഒരു പാശ്ചാത്യ ശക്തിയെ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പാശ്ചാത്യ ശക്തിയായ ഡച്ചുകാരെ തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ, ആധുനിക അശോകൻ എന്നെല്ലാം അറിയപ്പെടുന്ന തിരുവിതാംകൂറിൻ്റെ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1728 മുതൽ 1758 വരെയാണ്. അതിനു മുൻപ് തന്നെ ഇദ്ദേഹം ഭരണമേറ്റിരുന്നു. പക്ഷേ അന്ന് തിരുവിതാംകൂർ ആയിരുന്നില്ല, അന്ന് വേണാടായിരുന്നു. വേണാടിൻ്റെ രാജാവായാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്നത്. പിന്നീട് വേണാടിലേക്ക് ഒട്ടനവധി ചെറു നാട്ടുരാജ്യങ്ങൾ യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ കീഴ്പ്പെടുത്തുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്താണ് തിരുവിതാംകൂർ എന്ന് പറയുന്ന വലിയൊരു നാട്ടുരാജ്യമായിട്ടത് മാറുന്നത്. മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് തന്നെ നമുക്ക് ആദ്യം സംസാരിച്ചു തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ ഭരണ നയം എന്ന് പറയുന്നത് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈയൊരു വാചകത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ഭരണം എങ്ങനെയുള്ളതായിരുന്നു എന്ന്. അതുതന്നെ അടിക്കാൻ വരുന്നവനെ അടിക്കുക, കൊല്ലാൻ വരുന്നവനെ കൊല്ലുക, അത് തന്നെയായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയം എന്ന് പറയുന്നത്. അന്ന് തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പത്മനാഭപുരമായിരുന്നു, അല്ലെങ്കിൽ കൽക്കുളമായിരുന്നു അന്ന് തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനം. അതുപോലെ വ്യാവസായിക തലസ്ഥാനം എന്ന് പറയുന്നത് മാവേലിക്കരയുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയൊരു നാട്ടുരാജ്യമായിരുന്ന വേണാടിനെ മാർത്താണ്ഡവർമ്മ തൻ്റെ കഴിവ് ഉപയോഗിച്ച്, തൻ്റെ യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച് മറ്റ് ചെറിയ നാട്ടുരാജ്യങ്ങളെയൊക്കെ കൂട്ടിയിണക്കി, അതായത് പിടിച്ചെടുത്ത് തൻ്റെ രാജ്യത്തോട് കൂട്ടി തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു വലിയ നാട്ടുരാജ്യം മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം തിരുവിതാംകൂറിൻ്റെ രാജ്യവിസ്തൃതി ഏറ്റവും അധികം വർദ്ധിപ്പിച്ച രാജാവ് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മാർത്താണ്ഡവർമ്മ തന്നെയാണ് എന്ന്. ഇളയെടുത്ത് സ്വരൂപം അഥവാ കൊട്ടാരക്കരയെയും അതുപോലെ തന്നെ വടക്കുംകൂർ, തെക്കുംകൂർ എന്നിവയെയും, ഓടനാട് അഥവാ കായംകുളത്തെയും ആറ്റിങ്ങലിനെയും എല്ലാം തിരുവിതാംകൂറിലേക്ക് കൂട്ടിച്ചേർത്തത് മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു കാലത്താണ്. അത്രയും ശക്തനായിട്ടുള്ള ഒരു മഹാരാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആറ്റിങ്ങലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചും ആറ്റിങ്ങൽ കലാപത്തെ തുടർന്നുണ്ടായ മാവേലിക്കര ഉടമ്പടിയെ പറ്റിയിട്ടും ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു ഉടമ്പടിയുടെ കാര്യം ഞാനിവിടെ പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജകുമാരൻ എന്ന നിലയിൽ മാർത്താണ്ഡവർമ്മയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വെറും 13 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അപ്പോൾ ഈ ഒരു ഉടമ്പടിയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം ആദ്യമായിട്ടാണ് ഒരു കരാറിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. ആ ഒരു ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. അപ്പോൾ അതിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഈ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1723 അപ്പോൾ അതിനെല്ലാം ശേഷമാണ് മാർത്താണ്ഡവർമ്മ പയ്യെ ശക്തനായി വന്നത്. ഒരു 1728 കഴിഞ്ഞപ്പോഴേക്കും അതിപ്രബലനായിട്ടുള്ളൊരു രാജാവായിട്ട് ഇദ്ദേഹം മാറുകയാണ് ഉണ്ടായത്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് മറവപ്പട എന്നുള്ള പേരിൽ ഒരു സൈന്യം തന്നെ ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. അതായത് പട്ടാളം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സൈന്യത്തെ ഉണ്ടാക്കിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു. സൈന്യത്തെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം, വെറുതെ സൈന്യത്തെ ഉണ്ടാക്കിയിട്ട് തിരുവിതാംകൂറിൻ്റെ അതിർത്തിക്കുള്ളിൽ കാവൽ നിർത്തുകയല്ല ചെയ്തത്. പകരം മറ്റുള്ള അടുത്തുള്ള നാട്ടുരാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ മറ്റുള്ള നാട്ടുരാജ്യങ്ങൾക്ക് തിരുവിതാംകൂറിനോടൊരു ശത്രുത തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ തിരുവിതാംകൂറിനോട് മറ്റുള്ള നാട്ടുരാജ്യങ്ങൾക്കുള്ള ശത്രുത മുതലാക്കിയിട്ട് തിരുവിതാംകൂർ പിടിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ കടന്നു വന്നതാണ് ഡച്ചുകാർ തിരുവിതാംകൂറിനെ നോട്ടമിട്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. അത്രയും ഏറെ ധനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധനം കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ഡച്ചുകാരുടെ ഉദ്ദേശം. അങ്ങനെ ഡച്ചുകാർ തിരുവിതാംകൂർ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1741 കൊട്ടാരക്കര അഥവാ ഇളയെടുത്ത് സ്വരൂപത്തെ മാർത്താണ്ഡവർമ്മ ആക്രമിക്കാനായിട്ട് തയ്യാറാവുന്നത്.
അപ്പോൾ ഈ ഒരു സമയത്ത് ഇളയെടുത്ത് സ്വരൂപത്തിൻ്റെ കൂടെ കൂടി മാർത്താണ്ഡവർമ്മയെ ആക്രമിക്കാം എന്നുള്ള രീതിയിൽ ഡച്ചുകാർ ഈ കൊട്ടാരക്കരയുടെ കൂടെ അല്ലെങ്കിൽ ഇളയെടുത്ത് സ്വരൂപത്തിൻ്റെ കൂടെ സഖ്യം ചേരുകയാണ് ഉണ്ടായത്. പക്ഷേ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് മുന്നിൽ കൊട്ടാരക്കരയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അപ്പോൾ അന്ന് കൊട്ടാരക്കര ഭരിച്ചിരുന്ന കൊട്ടാരക്കരയുടെ റാണി പെട്ടെന്ന് തന്നെ കൊച്ചിയിലേക്ക് അഭയം പ്രാപിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും നേരെയായി. അപ്പോൾ അതിന് മുമ്പ് കൊട്ടാരക്കരയുടെ പിന്നിൽ ഒരു ശക്തി എന്നുള്ള രീതിയിൽ ഡച്ചുകാർ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ കൊട്ടാരക്കര തോറ്റതിന് ശേഷം ഡച്ചുകാരും അതുപോലെ തന്നെ തിരുവിതാംകൂറും തമ്മിൽ നേരിട്ട് ഒരു യുദ്ധത്തിന് ഇടയാവുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സന്ധി സംഭാഷണത്തിനാണ് ഇവർ ശ്രമിച്ചത്. അതായത് കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിക്കരുത് എന്നും കൊട്ടാരക്കര തിരിച്ച് കൊട്ടാരക്കര മഹാറാണിക്ക് നൽകണമെന്നും ഉള്ള രീതിയിൽ ഒരു സന്ധി സംഭാഷണത്തിനായിട്ടാണ് ആദ്യമായിട്ട് ഡച്ച് അഡ്മിറൽ തിരുവിതാംകൂറിലേക്ക് എത്തുന്നത്. പക്ഷേ ആ ഒരു സന്ധി സംഭാഷണം വിജയകരമായിരുന്നില്ല. അതിനെ തുടർന്ന് യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റ് നാട്ടുരാജ്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡച്ചുകാരുടെ ഒപ്പം ചേരുകയും അവരൊരു സഖ്യം എന്നുള്ള രീതിയിൽ തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റ് നാട്ടുരാജ്യക്കാർക്ക് നേരെ തിരുവിതാംകൂറുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് വളരെയധികം ഭയമുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും തരത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുകയാണ് എങ്കിൽ മാർത്താണ്ഡവർമ്മ തീർച്ചയായിട്ടും തനിക്കെതിരെ നിന്ന നാട്ടുരാജ്യങ്ങളെ എല്ലാം ആക്രമിക്കുകയും അവിടുത്തെ രാജാക്കന്മാരെ തടവിലാക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഡച്ചുകാർക്ക് വേണ്ട എല്ലാ തരം പിന്തുണയും ഇവർ മറ്റ് നാട്ടുരാജ്യങ്ങൾ നൽകുകയും എന്നാൽ പുറത്തേക്ക് ഇവരുടെ ആ ഒരു ഒരു സഹായം ഡച്ചുകാർക്കുണ്ട് എന്ന് അറിയിക്കാത്ത രീതിയിലുമായിരുന്നു ഇവർ ഈ ഒരു യുദ്ധത്തിന് ഡച്ചുകാരെ സഹായിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മാർത്താണ്ഡവർമ്മ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു സമയത്ത് മാർത്താണ്ഡവർമ്മ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അദ്ദേഹം ചെയ്തത് ഫ്രഞ്ചുകാരുമായിട്ടും അതുപോലെ ബ്രിട്ടീഷുകാരുമായിട്ടും സൗഹൃദത്തിലെത്തുകയും അവരിൽ നിന്ന് ആയുധങ്ങളും മറ്റു കാര്യങ്ങളും മാർത്താണ്ഡവർമ്മ സ്വന്തമാക്കുകയാണ് ചെയ്തത്. യുദ്ധത്തിൻ്റെ ആദ്യ നാളുകളിൽ ഡച്ച് സൈന്യമായിരുന്നു മുന്നേറിയിരുന്നത്. അതായത് തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തും ഡച്ചുകാർ ആക്രമിക്കുകയും പല ഭാഗങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കുളച്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലം പിടിച്ചെടുത്തതിന് ശേഷം ഡച്ചുകാർ ചെയ്തത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കൽക്കുളത്തേക്ക് ആക്രമണം നടത്തുക എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ കൽക്കുളം ആക്രമിച്ച് കീഴ്പ്പെടുത്താനായിട്ട് ഡച്ചുകാർക്ക് സാധിക്കുന്നില്ല. മാർത്താണ്ഡവർമ്മ അതിശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ യുദ്ധതന്ത്രങ്ങളെല്ലാം പുറത്തു വരുന്നത്. ആ യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡച്ചുകാർക്ക് കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് 15,000-ഓളം വരുന്ന അന്നത്തെ സൈന്യവുമായിട്ട് മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ അന്നത്തെ ദളവയായിരുന്ന രാമയ്യൻ ദളവയും നേരിട്ട് ഡച്ചുകാരെ ആക്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അന്ന് വെറും 4,000 മാത്രം സൈന്യബലമുണ്ടായിരുന്ന ഡച്ചുകാർ പിന്നോട്ട് വലിയാതെ വേറൊരു നിവൃത്തിയും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിൻവലിയുമ്പോഴും അവർ വിചാരിച്ചിരുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഡച്ച് സൈന്യത്തെ കൊണ്ടുവരാമെന്നും കൂടുതൽ ശക്തി പ്രാപിക്കാമെന്നും അങ്ങനെ തിരുവിതാംകൂറുമായിട്ട് വീണ്ടും ഏറ്റുമുട്ടാം എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സമയം തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തിന് നൽകിയില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡച്ച് സൈന്യത്തെ ആക്രമിക്കുകയും അവർ ഉൾവലിഞ്ഞു പോവേണ്ട ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ ഡച്ചുകാർ കോട്ടകളിലേക്ക് പിൻവലിയേണ്ടതായിട്ട് വരുന്നു. പക്ഷേ എന്നിട്ടും മാർത്താണ്ഡവർമ്മ യുദ്ധം നിർത്താനായിട്ട് തയ്യാറായില്ല. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർ പിൻവലിഞ്ഞ ആ കോട്ടകളിലേക്കും ആക്രമണം അഴിച്ചുവിടുകയും പീരങ്കികൾ ഉപയോഗിച്ചിട്ട് കോട്ടകളെ ആക്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഡച്ചുകാർ പടക്കോപ്പുകൾ വെച്ചിരുന്ന കോട്ടകളിലേക്ക് മാർത്താണ്ഡവർമ്മ പീരങ്കികൾ ഉപയോഗിച്ച് തുരുതുരയായിട്ട് വെടിയുതിർക്കുകയും ആ ഒരു പടക്കോപ്പുകൾ വെച്ചിരുന്ന അവിടെ ഒരു സ്ഫോടനം തന്നെ ഉണ്ടാവുകയും വേറെ നിർവാഹമില്ലാതെ ഡച്ചുകാർക്ക് കീഴടങ്ങേണ്ടതായിട്ടും വരുന്നു. അന്ന് ഡച്ചുകാരുടെ തലവനായിരുന്ന അഡ്മിറൽ ഡിനലോയ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം മാർത്താണ്ഡവർമ്മ ചെയ്തത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡച്ചുകാരെ ഒന്നും തന്നെ അദ്ദേഹം വിട്ടയച്ചില്ല. അദ്ദേഹം എല്ലാവരെയും തന്നെ തുറങ്കിലടക്കുകയാണ് ചെയ്തത്. ശേഷം ഡിനലോയിയെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ, അതായത് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ സർവ്വസേനാധിപതിയാക്കി മാറ്റുകയാണ് ചെയ്തത്. ശേഷം വീണ്ടും ഡച്ച് സൈന്യത്തെ ആക്രമിക്കാനായിട്ട് തുടർന്നു. അതായത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ള രീതിയാണ് അദ്ദേഹം അവിടെ പ്രയോഗിച്ചത്. അങ്ങനെ ഒരു നിർവാഹവുമില്ലാതെ ഡച്ച് സൈന്യത്തിന് തോൽവി സമ്മതിക്കുകയും മാവേലിക്കര ഉടമ്പടി എന്നുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച് തിരുവിതാംകൂർ വിട്ട് ഡച്ചുകാർക്ക് പിൻവലിയേണ്ടതായിട്ട് അല്ലെങ്കിൽ മടങ്ങി പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പോർച്ചുഗീസുകാരെ പോലും അടിയറവ് പറയിച്ച ഡച്ചുകാരെ വളരെ നിഷ്പ്രയാസം മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് ഇന്ത്യ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.
കാരണം ഒരു പാശ്ചാത്യ ശക്തിയെ അതിനു മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യങ്ങളും പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യം വളരെയേറെ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. ഒരുപാട് കോട്ടകളും അതുപോലെ പാശ്ചാത്യ രീതിയിലുള്ള യുദ്ധമുറകളും എല്ലാം തന്നെ ഡിനലോയിൽ നിന്ന് തിരുവിതാംകൂർ സൈന്യം പഠിച്ചെടുക്കുകയും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ കുളച്ചിൽ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഡച്ച് ആയുധങ്ങളും മറ്റും തിരുവിതാംകൂർ സൈന്യം ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അന്ന് കുളച്ചൽ യുദ്ധത്തിലെ അടിയറവ് പറഞ്ഞ എല്ലാ ഡച്ചുകാരെയും തിരുവിതാംകൂർ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും മാർത്താണ്ഡവർമ്മ ചെയ്തു. അപ്പോൾ ഇതോടെ അതിശക്തമായിട്ടുള്ള ഒരു നാട്ടുരാജ്യമായിട്ട് തിരുവിതാംകൂർ മാറുകയാണ് ചെയ്തത്. ഒരു വശത്ത് യുദ്ധങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും മറുവശത്ത് ഭരണകാര്യങ്ങളും വളരെ മനോഹരമായിട്ട് നടത്തുന്ന ഒരാളായിരുന്നു മാർത്താണ്ഡവർമ്മ. അദ്ദേഹം ചൗക്കകളടക്കം ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു. തപാൽ സംവിധാനമടക്കം ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു. അതുപോലെ വനിതാ പോലീസ് സ്റ്റേഷനും ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ മഹാരാജാവായിരുന്നു ഈ പറയുന്ന മാർത്താണ്ഡവർമ്മ. ഈ ചൗക്കകൾ എന്ന് പറയുന്നത് ചെക്ക് പോസ്റ്റ് ആണ്. കള്ളക്കടത്തും മറ്റും തടയുന്നതിന് വേണ്ടിയിട്ടാണ് ചൗക്കകൾ അഥവാ ചെക്ക് പോസ്റ്റ് മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നാണയമിറക്കുന്ന ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ നാട്ടുരാജ്യമായിട്ട് തിരുവിതാംകൂറിന് മാറാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യുന്നുണ്ട് എങ്കിൽ യുദ്ധം മാത്രമല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്, മറിച്ച് മറുവശത്ത് അദ്ദേഹം ഭരണകാര്യങ്ങളിലും വളരെയധികം ശോഭിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിലും അത് മാർത്താണ്ഡവർമ്മ തന്നെയായിരുന്നു. അവിടുത്തെ ചടങ്ങുകളായ മുറജപവും ഭദ്രദീപവും എല്ലാം നടത്തിയ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് നമ്മൾ ഓർക്കുക. ശ്രീപത്മനാഭസ്വാമിയുടെ വളരെ വലിയൊരു ഭക്തൻ കൂടിയായിരുന്നു മാർത്താണ്ഡവർമ്മ. ശ്രീപത്മനാഭനോടുള്ള ഭക്തിയാൽ അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന് പോലും ആക്കി മാറ്റുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീപത്മനാഭദാസന്മാരാണ് ഈ പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തിലെ ഓരോ രാജാക്കന്മാരും ഓരോ പ്രജകളും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഭക്തിയുടെ കാര്യത്തിലും അദ്ദേഹം ഒട്ടും തന്നെ വീഴ്ച വരുത്തിയിട്ടില്ല. അത്രയും നന്നായി തന്നെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളുമെല്ലാം അദ്ദേഹം നോക്കി നടത്തിയിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കരുത്തിൻ്റെ മറ്റൊരു അടയാളം കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. അതായത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കുളം തോണ്ടുക എന്ന് പറയുന്ന ഒരു നാട്ടുപ്രയോഗം, അല്ലെങ്കിൽ മലയാള ഭാഷയിൽ കുളം തോണ്ടുക എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു പ്രയോഗം മലയാള ഭാഷയിലേക്ക് വരാനായിട്ട് കാരണമായത് മാർത്താണ്ഡവർമ്മ തന്നെയായിരുന്നു. അതായത് 8 വീട്ടിൽ പിള്ളമാർ എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതെ, മാർത്താണ്ഡവർമ്മയുടെ നികുതികളെല്ലാം പിരിച്ചിരുന്നത് ഇവരായിരുന്നു, 8 വീട്ടിൽ പിള്ളമാരായിരുന്നു. ശേഷം ഈ നികുതികളെല്ലാം മാർത്താണ്ഡവർമ്മയിലേക്ക് നൽകുന്നു. അപ്പോൾ ഒരു ഇടനിലക്കാരെന്നുള്ള രീതിയിലായിരുന്നു 8 വീട്ടിൽ പിള്ളമാർ നിലനിന്നിരുന്നത്. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 8 വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയെ വധിക്കാനായിട്ടുള്ള ചില ശ്രമങ്ങളും അതുപോലെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് ഭരണം തിരുവിതാംകൂറിൽ പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളുമൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ മാർത്താണ്ഡവർമ്മ 8 വീട്ടിൽ പിള്ളമാരെ പിടിച്ചുകൊണ്ട് പോവുകയും അവരെ തൂക്കിലേറ്റുകയും ചെയ്യുന്നു. ശേഷം ഈ 8 വീടുകൾ, അതായത് ഈ പിള്ളമാർ താമസിച്ചിരുന്ന 8 വീടുകൾ അല്ലെങ്കിൽ ഇല്ലങ്ങൾ പൊളിച്ചു കളയുകയും ഈ 8 ഇടങ്ങളിലെ കുളം കുഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് ശേഷമാണ് കുളം തോണ്ടുക എന്നുള്ളൊരു പ്രയോഗം തന്നെ മലയാള ഭാഷയിലേക്ക് വരുന്നത്. കുളം തോണ്ടുക എന്ന് പറയുന്നത് അതിനർത്ഥം എന്താണ്? നശിപ്പിച്ച് കളയുക എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പ്രയോഗം ഉണ്ടായത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് മാർത്താണ്ഡവർമ്മയുടെ യുദ്ധങ്ങളെ പറ്റിയും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ ഭരണങ്ങളെ പറ്റിയുമാണ്, ഭരണപരിഷ്കാരങ്ങളെ പറ്റിയും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് വളരെയധികം കലാസ്നേഹമുള്ളൊരു രാജാവ് കൂടിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സദസ്സിലായിരുന്നു കുഞ്ചൻ നമ്പ്യാരും അതുപോലെ തന്നെ ഉണ്ണായി വാര്യരും അതുപോലെ തന്നെ രാമപുരത്ത് വാര്യരുമെല്ലാം ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ തരത്തിലും തിരുവിതാംകൂറിനെ ഉയർച്ചയിലേക്ക് എത്തിച്ച തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഒരു ശില്പി തന്നെയാണ് മാർത്താണ്ഡവർമ്മ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കണം എന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.